കൊളച്ചേരി പഞ്ചായത്തിൽ ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിച്ചു. 2 ഏക്കറിലെ കൃഷിയാണ് നശിച്ചത്. കാട്ടാമ്പള്ളി ഷട്ടറിന്റെ ശോചനീയാവസ്ഥയാണ് ഉപ്പുവെള്ളം കയറാൻ കാരണമെന്നാണ് ആരോപണം. കൊളച്ചേരി പഞ്ചായത്തിലെ വയൽപ്രദേശങ്ങളായ എടക്കൈ, വളവിൽ, ചേലേരി, പാട്ടയം മേഖലയിലെ നെൽകൃഷിയാണ് ഉപ്പുവെള്ള ഭീഷണി നേരിടുന്നത്. ഉപ്പുവെള്ളം കയറി 2 ഏക്കറിലെ നെൽകൃഷി നശിച്ചു. വിഷുവിന് പാടത്തിറക്കിയ പച്ചക്കറി കൃഷിയും നശിച്ചിട്ടുണ്ട്. നാറാത്ത് ഗ്രാമപഞ്ചായത്തിലെ മഞ്ചച്ചിറ തടയണയുടെ അടുത്ത പ്രദേശങ്ങളിലാണ് ഭീഷണി നിലനിൽക്കുന്നത്. പാടത്തു മാത്രമല്ല, പ്രദേശത്തെ വീട്ടുകിണറിലും ഉപ്പുവെള്ളം കയറി തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത് ഇതിന്റെ ഈ പകുതി വരെ കയറി. ഇപ്രാവശ്യമാണ് ഇപ്പം നെല്ലിട്ട അവിടുത്തെ വരെ ഉപ്പുവെള്ളം കയറിയിട്ടുള്ളത്. ഇതിനെക്കൊണ്ട് ദോഷം എന്ന് വെച്ചാൽ നെല്ല് മാത്രമല്ല, ഈ സൈഡിൽ പ്രദേശത്തുള്ള വീടുകാർക്കും കൂടി ഇത് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഈ സൈഡിലുള്ള കിണറിലെല്ലാം ഉപ്പുവെള്ളം കയറിയിട്ട് ചില വീടുകളെല്ലാം ഇപ്പോൾ ഉപ്പുവെള്ളം കയറി. ഈ സൈഡിലുള്ള മിക്ക വീട്ടിലും വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മിക്കതും ഉപ്പിൻ്റെ ടേസ്റ്റിലേക്ക് മാറിയിട്ടുള്ളത് ഈ ഉപ്പുവെള്ളം വിട്ടതിന് ശേഷം. അത് ഈ കൃഷി ചെയ്യാൻ പോലും ഇപ്പോൾ കൃഷീൻ്റെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ആഴ്ച തന്നെ ഇവിടെ കുത്തിയിട്ടതാണ്. ഏത് തൊഴിലുറപ്പിൽ ഏകദേശം എത്രയോ ദിവസങ്ങൾ കൊത്തിയിട്ട ഈ തൊഴിലുറപ്പ് കൊത്തിയിട്ട ഈ സ്ഥലങ്ങളായി കാണുന്നത് ഫുള്ളായിട്ട് പൊടിച്ചതാണ് ഏത് ഉഴുന്നിട്ടിട്ട്. ഇപ്പം ആ ഉഴുന്നിൻ്റെ ഒരു കഷ്ണം പോലുള്ള ഇപ്പോൾ ഏകദേശം ഒരു തീ പിടിച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കാരണം ഇതുവരെ അങ്ങനെ അവസ്ഥ ഞങ്ങളെ സംബന്ധിച്ചോളം ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നപ്പോഴും ഇത്രയേറെ ഉപ്പുവെള്ളം കയറിയ ഒരു സ്ഥിതി നമുക്കിതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞ പോലെ, വിശ്വസിപ്പിച്ച പോലെ, മഞ്ചച്ചിറക്ക് ഒരു തടയണ കിട്ടുന്നതിന് വേണ്ടി ഇതിനു മുമ്പ് നമ്മൾ ആവശ്യപ്പെട്ടു. നമ്മുടെ MLA-യുടെ നേതൃത്വത്തിൽ ഒരു 15 ലക്ഷം രൂപ വെച്ച് കഴിഞ്ഞ തവണ നാറാത്ത് പഞ്ചായത്ത് ഒരു തടയണ കിട്ടി. ആ തടയണനെ കൊണ്ട് നമുക്ക് പൂർണ്ണമായും ഫലം ഇപ്രാവശ്യം കിട്ടിയില്ല. ഇനി പൂർണ്ണമായും കുറേ കൂടി ശക്തമായ രീതിയിൽ തടയണ കിട്ടുന്നതിന് മുമ്പ് തന്നെ കാട്ടാമ്പള്ളിയുടെ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ അടക്കാൻ കഴിയുന്നില്ല, അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഷട്ടർ മാറിയിരിക്കുകയാണ്. ആ ഷട്ടർ പൂർണ്ണമായും അടച്ചുകൊണ്ട് മഞ്ചച്ചിറക്ക് പൂർണ്ണമായും ചിറ കെട്ടി നമുക്ക് ഇങ്ങോട്ടേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള നടപടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ മേഖലക്കകത്ത് കിണറുകളിലും മറ്റ് കുടിവെള്ളത്തിന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് എടക്കൈ ഏരിയ. ആ കുടിവെള്ളത്തിന് ഉപ്പുവെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് അവസാന കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ. കൊളച്ചേരി പഞ്ചായത്തിലെ പാട്ടയം വയലിൽ ഉപ്പുവെള്ളം കയറുന്നത് ഒഴിവാക്കാനാണ് നാറാത്ത് പഞ്ചായത്ത് അതിർത്തിയിലെ മഞ്ചച്ചിറക്ക് തടയണ സ്ഥാപിച്ചത്. പക്ഷേ കാട്ടാമ്പള്ളി ഷട്ടർ ശോചനീയാവസ്ഥയിലായതിനാൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ കഴിയുന്നില്ല. മഞ്ചച്ചിറക്ക് കൂടുതൽ ഷട്ടറിട്ട് വെള്ളം കയറുന്നത് ഒഴിവാക്കണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ചെറിയ അളവിൽ ഉപ്പിന്റെ അംശം വെള്ളത്തിൽ ഉണ്ടെങ്കിൽ പോലും അത് നെല്ലിനെ ബാധിക്കും. അതിനാൽ തോടുകളിൽ നിന്നും പാടത്തേക്ക് വെള്ളം കയറ്റാൻ കർഷകർ മടിക്കുകയാണ്. ഉപ്പിന്റെ വരവറിയാതെ വെള്ളം കയറ്റിയ പാടശേഖരങ്ങളിൽ നെൽകൃഷി ഉണങ്ങുന്നുണ്ട്. ഇതോടെ മറ്റു കർഷകരും ആശങ്കയിലാണ്. മഞ്ചച്ചിറ ബണ്ടിന്റെ ഷട്ടറുകൾ അടച്ചിട്ടുണ്ടെങ്കിലും വിടവിലൂടെ ഉപ്പുവെള്ളം പാട്ടയം ഭാഗത്ത് എത്തുന്നതായാണ് കർഷകരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.